2019-20 അക്കാദമിക് ഇയറിലെ സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇവിടെ നടത്തുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 5 ചോദ്യങ്ങൾ ഓരോ മാർക്കിൻ്റേതാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് MCB ആൻഡ് വാട്ട് അവർ മീറ്റർ ഫ്രം ദ ഫോളോയിങ്. ചിത്രങ്ങളിൽ നിന്ന് ഏതാണ് വാട്ട് അവർ മീറ്റർ, ഏതാണ് MCB എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യം കൊടുത്തിട്ടുള്ള ചിത്രം A മൾട്ടിമീറ്റർ ആണ്, B വാട്ട് അവർ മീറ്ററും, C ഫാനിൻ്റെയൊക്കെ റെഗുലേറ്ററും, D MCB ആണ്. അപ്പോൾ ആൻസർ B വാട്ട് അവർ മീറ്റർ, D MCB. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ചിത്രങ്ങൾ തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ടേബിൾ ഒന്ന് പഠിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പവർ ട്രാൻസ്മിഷന് എത്ര വോൾട്ടേജിലാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം 11 kV ആണെന്ന് അല്ലേ. 11 kVയിലാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. പവർ സ്റ്റേഷനുകളിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന 11 kVയിലാണ്. അവിടെ നിന്ന് 220 kV ആക്കി സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് അത് ട്രാൻസ്മിഷൻ നടത്തുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഇമേജസ് സീൻ ഇഫ് ദ 2 പ്ലെയിൻ മിറേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. നമ്പർ ഓഫ് ഇമേജസ് കാണാൻ ഉള്ള ഇക്വേഷൻ മിററിനെ സംബന്ധിച്ചിടത്തോളം n is equal to 360/θ - 1 ആണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് പ്ലെയിൻ മിറേഴ്സ് തമ്മിലുള്ള ആംഗിളാണ്. അത് 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും ആൻസർ 2. ഫോർത്ത് ക്വസ്റ്റ്യൻ, the figure given below shows a ray of light passing through 2 different media. Choose the correct image from the following. 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റായ ചിത്രം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തെഴുതണം. ഒന്നാമത്തെ ഫിഗറിൽ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് റേ വരുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഗ്ലാസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയ ആണ്. എയർ ആണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഗ്ലാസ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്. അപ്പോൾ എയറിലേക്ക് കടക്കുമ്പോഴാണ് നോർമലിൽ നിന്ന് അകന്നു പോവേണ്ടത് റിഫ്രാക്റ്റഡ് റേ. പക്ഷേ പിക്ചർ 1ൽ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത് അല്ലേ. അതുകൊണ്ട് ആ ചിത്രം അല്ല ശരി. ഇനി സെക്കൻഡ് പിക്ചർ എടുക്കുമ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് പോകുന്നത് ലൈറ്റ് റേ. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഗ്ലാസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയ ആയതുകൊണ്ട് നോർമലിനോട് അടുത്ത് വരികയാണ് വേണ്ടത് അല്ലേ. പക്ഷേ ഇവിടെ ചിത്രത്തിൽ നേരെ വിപരീതമാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ചിത്രവും ശരിയല്ല. ഇനി തേർഡ് പിക്ചറോ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക്. അപ്പോൾ എയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയ ആണ്. അപ്പോൾ എയറിൽ നിന്ന് ദൂരേക്ക് പോവുക ചെയ്യുന്നത്. എയറിൽ നോർമലിൽ നിന്ന് എവേ ആണ് ബെൻഡ് ചെയ്തിട്ടുള്ളത്. അത് ചിത്രം കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ആൻസർ പിക്ചർ 3 ആണ്. ഇനി പിക്ചർ 4 നോക്കിയാലോ, എയറിലേക്ക് നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് റേ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള റേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കാറില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോകേണ്ടത്. അതേ പാതയിലൂടെ തന്നെയാണ് റിഫ്രാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പിക്ചർ 4ഉം കറക്റ്റ് അല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പിക്ചർ ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഏത് ചിത്രമാണ് ശരിയായത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ്. റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ അല്ലേ, കണ്ടക്ടറിൻ്റെ മോഷനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഇൻഡെക്സ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെയും മിഡിൽ ഫിംഗർ കറൻറ്റിനെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തമ്പ് കണ്ടക്ടറിൻ്റെ മോഷനാണ് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ മോഷൻ ഓഫ് ദ കണ്ടക്ടർ തമ്പായിട്ട് വരുന്ന 2 ഓപ്ഷൻസ് ബിയും സിയും ആണ്. അപ്പോൾ അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി ഇനി ഏതാണ് കറക്റ്റ് എന്നുള്ളത്. പിന്നെ ഇൻഡെക്സ് ഫിംഗറാണ് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് ബി ആണ് കറക്റ്റ്. എല്ലാ അതും കറക്റ്റായിട്ട് വന്നിട്ടുള്ള ഫിഗർ ബി ആണ്. അടുത്തത് 6th ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ പാർട്ട് A, B, C and D of the table given below most suitably. സിറ്റുവേഷൻസ് തന്നിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച്
ഓരോ കേസിലും ഉപയോഗിക്കുന്ന മിററും അതിൻ്റെ യൂസുമാണ് എഴുതേണ്ടത്. ഫസ്റ്റ് എ ബി എന്ന കോളംസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ കൺവേർജസ് ഡിസ്റ്റൻറ്റ് റേസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് ഡിസ്റ്റൻറ്റ് റേസിനെ കൺവേർജ് ചെയ്യുന്നു എന്ന പ്രോപ്പർട്ടി ഏത് മിററിനാണ് ഉള്ളത് എങ്കിൽ ആ മിററിൻ്റെ പേരാണ് എ എന്ന ഭാഗത്ത് എഴുതേണ്ടത്. നമുക്കറിയാം കൺവേർജിങ് മിറർ കോൺകേവ് മിററാണ്. അപ്പോൾ എ എന്ന സ്ഥലത്ത് എഴുതേണ്ടത്, എയുടെ സ്പേസിൽ എഴുതേണ്ടത് കോൺകേവ് മിറർ എന്നാണ്. ഇനി ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു യൂസ് ആണ് എഴുതേണ്ടത്. ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നുണ്ട്, കോൺകേവ് മിററിന് കൺവേർജിങ് പ്രോപ്പർട്ടി ഉണ്ട് എന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് സോളാർ കോൺസെൻട്രേറ്റുകളിലാണ്. വാട്ടർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ. അടുത്തത് ഇമേജ് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ പോൾ ഓഫ് ദ മിറർ. പോളിനും ഫോക്കസിനും ഇടയ്ക്ക് എല്ലായ്പ്പോഴും ഇമേജ് ഉണ്ടാകുന്നത് ഏത് ടൈപ്പ് മിററിലാണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിലാണ് ഒബ്ജക്റ്റ് എവിടെ ആയിരുന്നാലും ഇമേജ് ഫോക്കസിനും പോളിനും ഇടയിലായിട്ട് കിട്ടുന്നത്. യൂസ് ഓഫ് ദ മിറർ, ആ മിററിൻ്റെ യൂസ് എന്താണ്? യൂസ് റിയർ വ്യൂ മിററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. 7th question, analyze the figure and answer to the following questions based on the new Cartesian sign convention. A. Write the mirror equation. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിറർ ഇക്വേഷൻ എഴുതാനാണ്. 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v ആണ് മിറർ ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. ഇക്വേഷൻ എഴുതുക. എഫ്, യു, വി ഇവ ഓരോന്നും എന്താണെന്നും കൂടി എഴുതുമ്പോഴാണ് അതിന് ഒരു മാർക്ക് കിട്ടുന്നത്. F is the focal length, U is the object distance and V is the image distance. അതിലെ B question, a large virtual and erect image is formed by the mirror. മിറർ രൂപീകരിച്ചിട്ടുള്ള ഒരു ഇമേജ് ആണ് IM. നമ്മളോട് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ടു ദ ഇമേജ്. ഇമേജിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പോളും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് V ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യുവിനും എഫിനും വിക്കും ഏതിനാണെങ്കിലും നമ്മൾ സൈൻ അപ്ലൈ ചെയ്തിട്ട് വേണം മിറർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതിനുവേണ്ടി ഇവിടെ യു -40 സെൻറ്റിമീറ്റർ എന്നെടുക്കണം. ഒബ്ജക്റ്റ് മിററിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, എന്നിട്ട് പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് അളക്കുന്നത്. അതുകൊണ്ട് ലെഫ്റ്റിലോട്ടുള്ള അളവുകളെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് യു -40 ആണ്. അതുപോലെ തന്നെ എഫും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്ത്, അതും -80 സെൻറ്റിമീറ്റർ എന്നെഴുതണം. ഇനി ആ പ്രോബ്ലം ചെയ്യുമ്പോൾ 1/f ഇസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v എന്നെഴുതണം. എന്നിട്ട് 1/v ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് 1/v കാണുന്നതിനായിട്ട് 1/f മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/v എന്നെഴുതാം. അതിൽ നിന്ന് v കാണാനുള്ള ഇക്വേഷൻ കണ്ടെത്തണം. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് കൊടുത്ത് നമുക്ക് വിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് +80 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ പ്രോബ്ലത്തിന് ചെയ്തിരിക്കുന്നതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ ഷോക്ക് ഈസ് എ ഡേഞ്ചറസ് ഹസാർഡ്. Write any 4 precautions to be taken to avoid electrical shock while handling electrical appliance. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതാം. നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസ് വെൻ ദ ഹാൻഡ്സ് ആർ വെറ്റ്. വെറ്റായിരിക്കുന്ന കൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉപയോഗിക്കാതിരിക്കുക, ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക. ഇൻസേർട്ട് ഓർ വിഡ്രോ ദ പ്ലഗ് ഓൺലി ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ്. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പ്ലഗ് വിഡ്രോ ചെയ്യുക. ഡു നോട്ട് ഓപ്പറേറ്റ് ഹൈ പവർ ഡിവൈസസ് യൂസിങ് ഓർഡിനറി സോക്കറ്റ്. ഡു നോട്ട് ഓപ്പറേറ്റ് ഹൈ പവർ ഡിവൈസസ് യൂസിങ് ഓർഡിനറി സോക്കറ്റ് and ensure that main switch and ELCB are switched off when maintenance work is being carried out. ഈ 4 പോയിൻറ്റ്സ് എഴുതാം. ഇല്ലെങ്കിൽ ഇതല്ലാതെ ഏതെങ്കിലും 4 പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് എഴുതാം. മാച്ച് ദ ഫോളോയിങ് സ്യൂട്ടബിളി. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതിന് യോജിച്ചത് കോൺവെക്സ് മിറർ, എൻഡോസ്കോപ്പ്, കോൺകേവ് മിറർ എന്നിവയിൽ നിന്ന് എടുത്ത് എഴുതണം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് യോജിച്ചത് എൻഡോസ്കോപ്പാണ്. എൻഡോസ്കോപ്പിൻ്റെ പ്രവർത്തനം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ്. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്.
10th question. Answer the following questions about the incandescent lamps. What is the reason for filling of an inert gas in an incandescent lamp? ഇൻകാൻഡസെൻറ്റ് ലാമ്പിൽ നൈട്രജൻ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ ഇൻക്രീസിംഗ് ലോങ്ജിവിറ്റി ഓഫ് ലാമ്പ് ബൈ അവോയ്ഡിംഗ് ഓക്സിഡേഷൻ ആൻഡ് ഇവോപ്പറേഷൻ ഓഫ് ഫിലം. ബി ക്വസ്റ്റ്യൻ. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ ദാറ്റ് മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ബീയിങ് യൂസ്ഡ് ആസ് എ ഫിലമെൻറ്റ്. ഒരു ഫിലമെൻ്റായി ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണമായ പ്രത്യേകതകളാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, എബിലിറ്റി ടു റിലീസ് വൈറ്റ് ലൈറ്റ് വെൻ ഇറ്റ് ഈസ് ബീയിങ് ഹീറ്റഡ്. ഹീറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവ് ഉള്ളതുകൊണ്ട്. ഹൈ മെൽട്ടിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി. ഇതിലേതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാവും. ഇതിൽ ഇനി ബാക്കി വരുന്ന 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക്സ്.